വേടൻ ഒരു നല്ല കവി കൂടിയാണ്. വേടന്റെ വരികൾ നോക്കും. ഇപ്പൊ വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേരളത്തിൽ ഏത് കവിക്ക് അങ്ങനെ എഴുതാൻ പറ്റുക? സാധാരണ റാപ്പ് പാട്ടുകാരുടെ പോലെയല്ല വേടൻ വന്നത്. വേടന്റെ പാട്ടിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ ജാതിയുണ്ട്, സമാധാനമുണ്ട്, പുതുതലമുറയ്ക്കുള്ള സന്ദേശമുണ്ട്. ഞാൻ വേടനെ ആർത്ഥത്തിൽ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ആളാണ്. ഇവിടുത്തെ സിനിമാക്കാരെ അല്ലെങ്കിൽ മറ്റു പാട്ടുകാരെ പിടിച്ചാൽ അവരുടെ കയ്യിലൊക്കെ വീട്ടിൽ ചെന്നാലും കഞ്ചാവുണ്ടോ? വേടന്റെ പുലിനഖം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ മോഹൻലാലിന്റെ ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. എന്തേ മോഹൻലാലിന് വേടൻ രണ്ട് നീതി വന്നത്? വേടൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം എന്നാണ് വേടന്റെ പാട്ട്. ഞാൻ അധികം കേട്ടിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഒരു യൂട്യൂബുമായി ബന്ധപ്പെട്ട് വേടന്റെ പാട്ട് കേട്ടത്. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഓടിക്കൂടിയ വലിയൊരു കൂട്ടം. സാധാരണ പ്രായമായ ആളുകൾ, പ്രത്യേകിച്ചും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിൽ ഒക്കെ ഇടപെടുന്ന ആളുകൾ, പാരിസ്ഥിതികമൊക്കെ ഇടപെടുന്ന ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്: യുവാക്കൾക്ക് ഒന്നിലും താല്പര്യമില്ല. യുവാക്കൾ ഇങ്ങനെ ഒഴുകി നടക്കുക. അവർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മാത്രമാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണ്. പക്ഷേ നിങ്ങൾ വേടനെ നോക്കൂ. വേടൻ ഒരു നല്ല കവി കൂടിയാണ്. വേടന്റെ വരികൾ നോക്കൂ. ഞാൻ വരികൾ ഇപ്പോൾ ഇവിടെ പാടുന്നില്ല, പാടിയ മോശമാണ്, അതുകൊണ്ടാണ്. വേടന്റെ വരികൾ നോക്കൂ. ഇപ്പൊ വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കേരളത്തിൽ ഏത് കവിക്ക് അങ്ങനെ എഴുതാൻ പറ്റുക? വേടൻ ഓരോ വരികളും എഴുതുന്ന അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, വേടൻ കേരളത്തിൽ വളരെ പെട്ടെന്ന് പോപ്പുലറായി. സാധാരണ റാപ്പ് പാട്ടുകാരുടെ പോലെയല്ല വേടൻ വന്നത്. വേടന്റെ പാട്ടിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ ജാതിയുണ്ട്, സമാധാനമുണ്ട്, വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, പുതുതലമുറയ്ക്കുള്ള സന്ദേശമുണ്ട്. പുതുതലമുറയെ ഉണർത്താൻ കഴിയുന്ന ഒരു ശബ്ദം അതിലുണ്ട്. ഞാൻ വേടനെ ആർത്ഥത്തിൽ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ആളാണ്. പിന്നെ പുതുതലമുറയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഇത് വളരെ വിഷമമാണ്. ഇപ്പോൾ പാരിസ്ഥിതിക സാമൂഹ്യ വിഷയങ്ങളൊക്കെ പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ഞങ്ങളൊക്കെ വളരെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, പറയുമ്പോൾ അവരെ ബാധിക്കുന്ന കാര്യമായിട്ട് പോലും. പക്ഷെ ഇവിടെ വേടന് അത് വളരെ പെട്ടെന്ന് കാണിക്കുന്നു, സാധിക്കുന്നുണ്ട്. ജാതിയുടെ മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ അവിടെ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ വേടനിൽ നിന്ന് വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിരിക്കും. കഞ്ചാവ് പിടിച്ചാൽ തീർച്ചയായും ശിക്ഷ ഉണ്ടാവും. എത്ര 5 ഗ്രാം 6 ഗ്രാം ഒക്കെയാണ് പിടിച്ചിട്ടുള്ളത്. 6 ഗ്രാം മോശമാണെന്നല്ല, 6 കിലോയും 60 കിലോയും 600 കിലോയും ഒക്കെ പിടിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. അതവിടെ നിന്ന് കിട്ടും. ചെറിയ തെറ്റ് ചെയ്താലും വലിയ തെറ്റ് ചെയ്താലും കുറ്റമാണ് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതുപോലെ, ഇവിടുത്തെ സിനിമാക്കാരെ അല്ലെങ്കിൽ മറ്റു പാട്ടുകാരെ പിടിച്ചാൽ അവരുടെ കയ്യിലൊക്കെ വീട്ടിൽ ചെന്നാലും കഞ്ചാവുണ്ടാവും. സിനിമക്കാർ പലരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ പല സിനിമക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഞ്ചാവിൻ്റെ പല മടങ്ങ് അപകടകരമായ MDMA പോലെയുള്ള രാസലഹരികൾ അങ്ങേറ്റം വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളൊരു സത്യം. അതൊക്കെ പോട്ടെ, അത് ഒരിക്കലും ഒരു വേടന്റെ 6 ഗ്രാം കഞ്ചാവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല. പക്ഷേ രണ്ടാൾക്ക് രണ്ട് നീതി പാടില്ല. വേടന്റെ പുലിനഖം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ മോഹൻലാലിന്റെ ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. ആ കേസ് എന്തായി? അവരുടെയൊക്കെ പുലിനഖം എന്തായി? എന്തേ മോഹൻലാലിന് വേടൻ രണ്ട് നീതി വന്നത്? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മറ്റ് സവർണരും സമ്പന്നരുമായ ആളുകളെ കൊണ്ടുപോകുന്ന പോലെ അല്ലല്ലോ വേടനെ കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മുടെ ഭരണത്തിൽ ജാതി നിലനിൽക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമല്ലേ? ആ ജാതിയല്ലേ ഈ വ്യത്യാസം കാണിക്കുന്നത്? വേടനോട് ഈ വിരോധം തോന്നാൻ അതൊരു കാരണമാണോ? ആ അർത്ഥത്തിൽ വേടനോടുള്ള ഭരണകൂടത്തിന്റെ സമീപനം ജാതിയുമായി ബന്ധപ്പെട്ടതാണോ? കേരളം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇന്നും സമൂഹത്തിൽ നമ്മൾ അതിൻ്റെ അധികാര ഘടന എടുത്താൽ ഈ ദളിതരും ആദിവാസികളും വേറെ എവിടെയോ ആണ്. അധികാര ഘടനയുടെ മുൻവശത്തൊന്നും അവരില്ല. അധികാര ഘടനയിൽ അവർ വളരെ പിന്നിലാണ്. അവരോടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനം വ്യത്യസ്തമാണ്. സ്ത്രീകളോടുള്ളത് പോലെ തന്നെ സമീപനം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തീർച്ചയായും വേടൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ശരി. പക്ഷെ വേടൻ എന്തോ മഹാകുറ്റവാളിയാണ് എന്നും ഇതേ കുറ്റം ചെയ്ത മറ്റു പലരും അത്ര കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ് എന്നും പറയുന്നെങ്കിൽ അത് ജാതിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാതെ വേടന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. വേടൻ അവരുടെ പാട്ടിലൂടെ കവിതയിലൂടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് മാത്രമല്ല, അത്
പുതുതലമുറയെ നേരിട്ടും സ്വാധീനിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ പശ്ചാത്തലത്തിൽ വേണം വേടനെതിരായ ഇപ്പോൾ ഈ അനക്കൊമ്പി എന്താ പറയുക പുലിനകത്തിൻ്റെ കേസായാലും അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ കേസായാലും എടുക്കാൻ അത് പരിഗണിക്കപ്പെടണം. വേടന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി വേടന്റെ കഞ്ചാവിനെ കാണും. ഇപ്പം എന്താ ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും കാണുന്നത്, വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ എതിർക്കാൻ വേടൻ കഞ്ചാവ് വലിക്കാരനാണ് എന്ന് പറയാം. വേടൻ കഞ്ചാവ് വലിക്കാരനാണെന്നുള്ളതുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കല്ലാതാവും, അല്ലാതാവില്ലല്ലോ. വേടൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും, വേടൻ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും. അത് പറയാതെ വേടനെ ഇത്തരത്തിൽ, ഇത് വേടനെ മാത്രമല്ല ശബ്ദമുയർത്തിയ പലരെയും അടിച്ചമർത്തിയ അനുഭവമാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്കുള്ളത്. അതിന് പല കാരണങ്ങൾ കണ്ടെത്തും. അത് കഞ്ചാവ് വലിയാന്ന് പറയും, രാജ്യദ്രോഹിയാന്ന് പറയും, അർബൻ നക്സലാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ കാണണം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആനക്കൊമ്പും പുലിനഖവും മോഷ്ടിച്ച ചില ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ കൈവശം വെച്ച ഒരാൾക്ക് കുഴപ്പമില്ല, ഇയാൾക്ക് എന്തോ ഭയങ്കര കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വനം വകുപ്പ് കേസൊക്കെ എടുക്കുമ്പോൾ വനം വകുപ്പ് തള്ളിക്കളഞ്ഞ കേസുകൾ കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും.